പല ആളുകൾക്കും കഫ് ചെയ്യുമ്പോൾ സ്നീസ് ചെയ്യുമ്പോഴൊക്കെ യൂറിൻ ലീക്കേജ് വരാറുണ്ട്. കൂടുതലും ഇത് കാണപ്പെടുന്നത് സ്ത്രീകളിലാണ്. പല സ്ത്രീകളും ഇത് നോർമലൈസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ പ്രഗ്നൻസി കാരണമാണ് അല്ലെങ്കിൽ ഏജിങ് കാരണമാണ് എന്നുള്ള ഒരു ഇതിൽ അവർ നോർമലൈസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നീട് ഇത് വേഴ്സ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ചിലർ ഡൈപ്പേഴ്സ് യൂസ് ചെയ്യും, പാഡ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ എത്താറുണ്ട്. സ്ത്രീകളിൽ ഈ പ്രശ്നം വരാനുള്ള കാരണം ഒന്നാമത്തേത് പ്രഗ്നൻസിയും ചൈൽഡ് ബർത്തും തന്നെയാണ്. പ്രഗ്നൻസി സമയത്ത് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിൽ ഒരുപാട് പ്രഷറും വെയിറ്റും വരുന്നത് ഇതിനൊരു കാരണമാണ്. പിന്നെ നോർമൽ ഡെലിവറി സമയത്ത് അവിടുത്തെ മസിൽസും ഫേഷ്യും ഒക്കെ സ്ട്രെച്ച് ആവുന്നത് ഇതിനൊരു കാരണമാണ്. രണ്ടാമത്തേത് ഹോർമോണൽ ഇൻഫ്ലുവൻസ് ആണ്. അതായത് എസ്പെഷ്യലി ഡ്യൂറിങ് മെനോപോസ് ടൈമിൽ നമ്മുടെ ഈസ്ട്രജൻ ഹോർമോൺ ഒരുപാട് കുറയുമ്പോൾ അവിടെയുള്ള ടിഷ്യൂ സപ്പോർട്ട് ഒരുപാട് കുറയുന്നത് ഇതിനൊരു കാരണമാവും. മൂന്നാമത്തേതൊരു പെൽവിക് സർജറിയാണ് അതിൻ്റെ കാരണം. സ്ത്രീകളിൽ കൂടുതലും സിസേറിയൻ അല്ലെങ്കിൽ ഹിസ്റ്ററക്ടമി, അതായത് യൂട്രസിൻ്റെ കംപ്ലീറ്റ് റിമൂവലൊക്കെ ഇതിനൊരു ഇൻകോണ്ടിനൻസിനൊരു കാരണമാവാറുണ്ട്. ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് യൂറിൻ ലീക്കേജിൻ്റെ വേറൊരു പേരാണ്. ഇനി നമ്മൾ ഇൻകോണ്ടിനൻസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, മെയിനായിട്ട് നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്ന് നോക്കാം. ആദ്യത്തേത് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് ആണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ കഫ് ചെയ്യുമ്പോൾ, സ്നീസ് ചെയ്യുമ്പോൾ, ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെവി ഒബ്ജക്റ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ മാത്രം യൂറിൻ ലീക്കേജ് വരുന്നതാണ്. രണ്ടാമത്തേത് ഏർജ് ഇൻകോണ്ടിനൻസ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സഡൻ ആയിട്ട് യൂറിൻ പോകാനുള്ളൊരു ഏർജ് വരും. അപ്പോൾ തന്നെ നമുക്കത് ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ബാത്റൂമിലേക്ക് പോകുന്ന വഴിക്കായിരിക്കും ലീക്കേജ് ഒക്കെ ഉണ്ടാവുക. മൂന്നാമത്തേതുള്ളത് മിക്സ്ഡ് ഇൻകോണ്ടിനൻസ് ആണ്. അതെന്ന് പറയുമ്പോൾ ഈ രണ്ട് ഇൻകോണ്ടിനൻസിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും. പലർക്കും ഈ ഇൻകോണ്ടിനൻസ് വരുന്ന സമയത്ത് ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയിട്ട് അവർ കീഗൽസ് എക്സസൈസ് ചെയ്യാറുണ്ട്. കീഗൽസ് എക്സസൈസ് എന്ന് പറയുന്നത് പെൽവിക് ഫ്ലോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് എക്സസൈസ് ആണ്. എപ്പോഴും പെൽവിക് ഫ്ലോർ മസിൽസ് വീക്ക് ആയതുകൊണ്ട് മാത്രം യൂറിൻ ലീക്കേജ് വരണമെന്നില്ല. ഈവൻ ടൈറ്റ് മസിൽസ് കാരണവും യൂറിൻ ലീക്കേജ് വരാൻ സാധ്യതയുണ്ട്. ഈ പെൽവിക് ഫ്ലോർ മസിൽസ് വീക്ക് ആണെങ്കിൽ, ടൈറ്റ് ആണെങ്കിൽ, ഓവർ ആക്റ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ കോർഡിനേഷൻ പ്രോപ്പർ അല്ലെങ്കിലൊക്കെ യൂറിൻ ലീക്കേജ് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ ഈ പെൽവിക് ഫ്ലോർ മസിൽസ് ഒരിക്കലും ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന മെക്കാനിസം അല്ല. ഇതിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നത് ഡയഫ്രം ആണ്. ഡയഫ്രം എന്ന് പറയുന്നത് നമ്മുടെ ബ്രീത്തിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന മസിലാണ്. പിന്നെ അബ്ഡോമിനൽ മസിൽസ്, അതായത് കോർ, ഹിപ്പ് മസിൽസൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിലിൻ്റെ ഫങ്ഷന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് പെൽവിക് ഫ്ലോർ മസിൽസ് റിലാക്സ് ആവുകയും അതേപോലെ എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് പെൽവിക് ഫ്ലോർ മസിൽസ് ലിഫ്റ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രീത്തിങ് പാറ്റേൺ പ്രോപ്പർ അല്ലെങ്കിൽ, നമ്മുടെ ഈ കോർഡിനേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ പെൽവിക് ഫ്ലോർ മസിൽസിനെ ഇത് അഫക്റ്റ് ചെയ്യാറുണ്ട്. ഇനി ഫിസിയോതെറാപ്പി ഇതിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതിൽ അസസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോസ്ചർ നോക്കും, ബ്രീത്തിങ് പാറ്റേൺ നോക്കും, ഹിപ്പും കോറിൻ്റെ മസിൽ സ്ട്രെങ്ത് നോക്കും, മൂവ്മെൻറ്റ് പാറ്റേൺ, നിങ്ങളുടെ ബ്ലാഡർ കൺട്രോള്, ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. മസിൽസ് വീക്ക് ആണെങ്കിൽ ഗ്രേഡഡ് സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ് കൊടുക്കാറ്. ഇനി അതേസമയം മസിൽസ് ടൈറ്റ് ആണെങ്കിൽ റിലാക്സേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെയാണ് കൊടുക്കാറ്. ഏർജ് ഇൻകോണ്ടിനൻസ് ആണെങ്കിൽ ഏർജ് സപ്രഷൻ ടെക്നീക്സും ബ്ലാഡർ റീട്രെയിനിങ്ങും കൊടുക്കാറുണ്ട്. അതേസമയം സ്ട്രെസ് ഇൻകോണ്ടിനൻസ് ആണെങ്കിൽ പ്രഷർ മാനേജ്മെൻ്റ് ആയിരിക്കും ചെയ്യാറ്. അപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഏർലി മാനേജ്മെൻറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. ശരിയായ റീഹാബിലിറ്റേഷൻ അപ്രോച്ച് കാരണം നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. താങ്ക് യു.